ഗൈസ് വെൽക്കം ടു ഡാനിഷ് ടോക്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നാണ് നമ്മുടെ സ്വന്തം വാലന്റൈൻസ് ഡേ. രാവിലെ 8 മണിക്ക് തന്നെ ഞാനിൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. സിംഗിളായിട്ട് എങ്ങനെ ഈ ഒരു വാലന്റൈൻസ് ഡേ അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മൾ പോത്തുംകുട്ടിന്റെ മൂക്കിൽ കയറിടാനുള്ള പരിപാടി കേട്ടോ. എന്നാലേ ഇത് അങ്ങോട്ട് റെഡി ആവും. ഭയങ്കര സാധനമാണ്, പിടിച്ചിട്ട് കിട്ടുന്നില്ല. വാലന്റൈൻസ് ഡേ തുടങ്ങുന്ന തന്നെ നല്ല അടിപൊളി അഡ്വഞ്ചർ ആയിട്ടാണ് ഗൈസ്. ബേസിക്കലി ഞാനും ഫാബിസും മനോജേട്ടൻ്റെ നല്ല അടിപൊളി പോത്തുംകുട്ടിന്റെ മൂക്കയറിടാൻ പോയ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോത്തിന്റെ പേര് മുട്ടുമണി എന്നാട്ടോ, പക്ഷെ പേരിനോട് ഒരു ഇത്തിരി പോലും നീതി പുലർത്താത്ത ബിഹേവിയർ ആയിരുന്നു പോത്തിന്റെ. അതിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും വാലന്റൈൻസ് ഡേ ഒക്കെ ആയി ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ഫാബിസും ഇതാ പോത്തിന്റെ മൂക്കൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചു. ഇനി അതിൻ്റെ അകത്ത് കയറിട്ടാൽ മാത്രം മതി. പക്ഷെ ഇതാണ് അതിന് സമ്മതിക്കുന്നുമില്ല. ഒരുപാട് രംഗങ്ങളുണ്ട് ഗായ്സ്. ഇതാണ് മോനെ പോത്തുകുട്ടിന്റെ മൂക്കയറിട്ട. ഇതാട്ടോ പോത്തുകുട്ടിന്റെ മൂക്കയറിടാനുള്ള പ്രോസസ്. നോക്ക്, കുറേ പണിയെടുത്തിട്ടാണെങ്കിലും പറഞ്ഞ പണി ഓൻ ചെയ്തിരിക്കും. ഫാബിസ് അതിന്റെ മൂക്ക് റെഡിയാക്കി അതിമല്ല ആ കയറ് വിട്ട് ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാരും കണ്ടോളി, ഇതാണ് ഇഞ്ചിയും ഫാബിസിന്റെയും പരിപാടി. നിങ്ങൾക്ക് പോത്തുകൂടിന്റെ മൂക്കയറൊക്കെ ഇടാൻ ഞാളെ വിളിച്ചാ മതി. അല്ലേ ഫാബിയ? ഇത് വല്ലാത്ത പോത്തായിരുന്നു, പക്ഷെ ഇയാൾ അതിനെ ഒന്നായിട്ട് റെഡിയാക്കി. യെസ്, ഇത് മനോജേട്ടന്റെ പോത്താട്ടോ. മനോജേട്ടൻ അവിടെ ഉണ്ട്. കുറച്ച് ചോര, വേറെ ഒരു പ്രശ്നമില്ല ഗൈസ്. മൂക്കുമല് ഇതാ നമ്മളെ ഓയിൽമെന്റ് തേക്കാനുള്ള പരിപാടിയാണ്. അതിന്റെ വേദന ഒക്കെ ഒന്ന് റെഡിയായി, പൈപ്പൊന്നും ഇല്ലാണ്ട് കണ്ടിട്ട് ഞാൻ വരുന്നില്ല, ഇഷ്ടല്ല ഗൈസ്. മനോജേട്ടന്റെ പോത്തുകുട്ടിക്ക് നമ്മളിതാ മൂക്കയറൊക്കെ ഇട്ട് പ്രാന്തി കളിയൊന്നും ഒക്കെ റെഡിയായി. ഇതേ ഭാവിയ ഗൈസ്, ഫൈനൽ റിസൾട്ട്. ഇത്ര വലിപ്പമുള്ള പോത്താട്ടോ കുട്ടപ്പനാക്കി. അതിന് പേടിയാ ഭാവിച്ചേ, ഇങ്ങനെ അടുത്തേക്ക് പോലെ. അങ്ങനെ അടിപൊളിയായിട്ട് സിംഗിൾ ആയിട്ടുള്ള വാലന്റൈൻസ് ഡേന്റെ ഫസ്റ്റ് വർക്ക് ഈ പോത്തുകുട്ടിന്റെ മൂക്കയർ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തു, ഫാബിസ് റഹ്മാനും ഞാനും. ഇനി അടുത്തതായിട്ട് ഞാൻ പോയത് ഫാബ്രിക്കേഷൻ എന്ന വർക്കിലേക്കാട്ടോ. അപ്പൊ ഗൈസ്, പോത്തുകുട്ടിനൊക്കെ സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ അടുത്ത വർക്കിലോട്ട് പോയത് ഫാബ്രിക്കേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫണ്ണി മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഓൺ ദ വേ ആട്ടോ. സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മളിതാ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് ഈ സാധനം വീട്ടിൽ കൊടുക്കാൻ പോകട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേൻ്റെ അന്ന് കുട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതാ ഇങ്ങനെ അടിച്ചു പൊളിച്ചാൽ മതില്ല. പലരും ചോദിക്കാറുണ്ട് ബോഡി ബിൽഡ് ചെയ്യാൻ എന്ത് വേണം? കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, പിന്നെ കുറച്ച് വാശി. ഉണ്ണിമൂന്നന്റെ ഡയലോഗ് കേട്ടിട്ട് നമ്മളും വാലന്റൈൻസ് ഡേക്ക് വർക്കിന് ശേഷം ഡയറക്റ്റ് പോയത് ജിമ്മിലാണ്. പിന്നെ ഫുള്ള് നമ്മുടെ ജിം ബഡീസിന്റെ കൂടെ നല്ല അടിപൊളി വർക്കൗട്ട്. Forgotten. It's survival of the fittest in this world. This world
ആകാശ് തോണിക്ക് റൈഡ് അതൊക്കെ ഗൈസ് ഫ്രീ ആയിട്ട് അല്ലേ? നല്ല പേടിട്ട് ഗൈസ്, നല്ല പേടിട്ട്. കാരണം ഒരു നിമിഷം അത്രയും വലിയ ആകാശ് തോണി ആടെ വെച്ച് സ്റ്റാർട്ടാക്കി. ഒരു ആകാശത്തോടെ നമ്മൾ റൈഡിന് വന്നു. മാറി അങ്ങനെ വിടാം. സ്പീഡ് കൂട്ടുന്നതാ. ഇതില് ഒരിക്കലും കയറിണ്ടാ എടോ സീനുണ്ടോ എടോ? അയ്യോ ബ്രേക്ക് ഇല്ല. ഹലോ ഗായ്സ്, ഞാനും എന്റെ ബ്രോസിനും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആകാശത്തോടെ ഒരു റൈഡ് കിട്ടി മോനെ. ഭയങ്കര മഞ്ഞുമാണ്. തെങ്ങിന്റെ മുകളിലേക്കാണ് ചത്തക്ക് മോനെ. പേടിച്ച് ഒന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഞങ്ങളെ ടീം മുഴുവൻ ആർക്കും പേടിയും. എനിക്ക് തോന്നുന്നു ചെക്കന്മാർക്ക് ഇനി പെണ്ണ് കിട്ടും. അപ്പൊ ഗൈസ്, ഞാനും ഫാബിസും വീണ്ടും റീയൂണൈറ്റ് ആയി. ഞങ്ങൾ സ്കൂട്ടി എടുത്ത് ഒരൊറ്റ പോക്കാട്ടോ നമ്മളെ പോത്തുംകുട്ടിനെ കാണാൻ. കാരണം ഇത്രയും നേരം ഞങ്ങളതിനെ ഒരുപാട് കളിപ്പിച്ചിട്ടാണല്ലോ മൂക്കയറൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ പോത്തുകുട്ടിനെ കാണാനായിട്ട് യാത്രയായി. നട്ട പതിനാക്ക് പണിയൊക്കെ കഴിഞ്ഞ് പോത്തിനെ നോക്കാൻ പോവുക. അടിപൊളി. പാമ്പോ അല്ല, ഞാനിപ്പോ കുയില് എടക്കോ കുയ്യൊക്കെ തീർന്നു. അറ്റാക്ക് കയറിയായി. ഇതാണ് അറ്റാക്ക് കിട്ടൂട്ടോ. ഫാബിയെ ഇത് നല്ല ഇതുണ്ട് കേട്ടോ. സുഖോ ചെക്കനാ ശരിയാക്കാൻ പറ്റോ? എനിക്കതല്ല പാമ്പുട്ടോ. പാമ്പ് നമുക്ക് ഒന്നും ചെയ്യാനായല്ലോ കേട്ടോ. പാമ്പ് വന്നാ പാമ്പി ചത്ത്. മൂക്കൂടില്ലാട്ടോ. ഞാനതല്ല അവിടെ വന്ന വേണം. ആ കുയില് ആ കുയില് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. അച്ഛൻ കൊടുക്കാൻ വെക്കേ ഫസ്റ്റ് അവരായിട്ട് പറയൂ. അന്നേരം അച്ഛൻ പറയൂ, മോനെ നാളെ ദോശ അടിക്കാൻ വന്നോ, സാധനം അതെ ബാക്കി ആളെ ദോശ ഇടുമ്പോ പറയാതെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്നത്തെ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒന്ന് ഫസ്റ്റ് തന്നെ ഞാനും ഫാബിസും പോയിട്ട് ആ പോത്തിൻ്റെ മൂക്കിൽ കയറിടുന്ന ആ ഒരു സംഭവം, ആ ഒരു ചാപ്റ്റർ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിമ്മ് വർക്കൗട്ട്സ് തന്നെയായിരുന്നു. ജിം ബഡീസും ജിം വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ രാത്രിയായി, വാലന്റൈൻസ് ഡേ
ഇൻ ആൻ അവർ വാലന്റൈൻസ് ഡേ കഴിയും. പിന്നെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ. സിംഗിളായിട്ട് വാലന്റൈൻസ് ഡേ ജെന്യൂൻലി പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്തു. ഇണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ നിന്നെ പിന്നെ എന്തിനും കൊള്ളാം. അവന്മാരാ നിന്നെ ചീത്തയാക്കണേ. അവനും അവന്റെ ഒടുക്കലത്തെ തല്ലിപ്പൊളി കൂട്ടുകാരൻ. No way I'd let you say bye.